സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്തൻ കണ്ട ക്രിസ്തുയായി തീരട്ടെ. ഈശോയിൽ ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, നല്ല ഇടയൻ കാണാതെ പോയ ആടിനെ കണ്ടുകിട്ടിയപ്പോൾ അനുഭവിച്ച സന്തോഷം എത്ര വലുതാണെന്ന് ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു കേൾക്കുന്നു. ആ സന്തോഷം അവസാനം പ്രകടിപ്പിക്കുന്ന വാക്കുകൾ 15-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിലുണ്ടാകുന്ന സന്തോഷം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത വിധത്തിലെ വലുതാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ പാപങ്ങൾ, നിങ്ങളുടെ തഴക്കദോഷങ്ങൾ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ കടബാധ്യതകൾ, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ, ഇവിടെയെല്ലാം കർത്താവിന് മറുപടിയുണ്ട്. മക്കളെ, നിങ്ങളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വെച്ച് കൊടുക്കുക. മുൾപ്പടർപ്പിൽ നിന്ന് കർത്താവ് പൊക്കിയെടുത്ത ആടിനെ തോളിലേറ്റി കർത്താവ് തിരിച്ചു വന്ന് അവൻ്റെ മുറിവുകളിൽ തൈലം പൂശി അവനെ സുഖപ്പെടുത്തിയതുപോലെ എന്നെയും നിങ്ങളെ സുഖപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് അത് സന്തോഷത്തോടുകൂടെ ചെയ്യുന്നു. കർത്താവിൻ്റെ ശകാരത്തിൽ പോലും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മാധുര്യമുണ്ടെന്ന് തിരിച്ചറിയുക. കർത്താവ് അടിക്കുമ്പോഴും കർത്താവ് നിങ്ങളെ തലോടുന്നത് പോലെ, സന്തോഷത്തോടുകൂടെ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ നിങ്ങൾ അനുഭവിക്കുക. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ, നിങ്ങളുടെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ കർത്താവ് നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ പക്കലേക്ക് വരുന്നുവെന്ന് തിരിച്ചറിയുക. നിങ്ങളെ പൊക്കിയെടുത്ത് ചുമലിൽ കയറ്റുന്നു. നിങ്ങളുടെ മുറിവുകൾ അവിടെ തലോടുന്നു. കർത്താവായ ദൈവമേ, നിന്റെ മക്കൾക്ക് വേണ്ടി നടത്തുന്ന ഈ പ്രാർത്ഥന നീ കൈക്കൊള്ളണേ. ബലഹീനനും അയോഗ്യനും അനർഹനുമായ എൻ്റെ കരങ്ങളിലൂടെ നിന്റെ മക്കളെ അനുഗ്രഹിക്കാൻ നീ കാരുണ്യം കാണിക്കണമേ. അയോഗ്യദാസനായ എൻ്റെ മേലെ അഭിഷേകത്തിൻ്റെ തൈലത്തിലൂടെ നീ നൽകിയ വലിയ കൃപാവരം നിന്റെ സഭയുടെ നാമത്തിലെ, നിന്റെ കുരിശിൻ്റെ ബലത്തിലെ നിന്റെ മക്കൾക്ക് ആശീർവാദവും അനുഗ്രഹവുമായിട്ട് നൽകുമ്പോൾ കരുണ തോന്നി സ്വീകരിക്കുമാറാകണമേ. ഇവിടെ ദുഃഖങ്ങൾ ഏറ്റെടുത്ത് ഇവരെ സന്തോഷത്തിലെ നീ പറഞ്ഞയക്കുമാറാകണമേ. കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ സർവ്വ ആകുലതകളോടും അസ്വസ്ഥതകളോടും നിങ്ങളുടെ സർവ്വ നിയോഗങ്ങളും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, പുതിയ പെന്തക്കോസ്ത ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ശിഷ്യന്മാർ കർത്താവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതം പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുവാനായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഒന്ന് ചേർന്ന് അവിടുത്തെ തിരുനാമം പാടി ആരാധിക്കുകയാണ്. കരങ്ങളടിച്ച് 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 ചേർന്ന് പാടുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ എല്ലാവരും കർത്താവ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, അഭിഷേകം നൽകണമേ. രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോലും വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ
വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൽ ഇറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? അഭിഷേകത്തോടെ പാടികെ കരങ്ങൾ ഉയർത്തി അടിച്ചു പാടുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ എല്ലാവരും വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ഒരുമിച്ച് കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. എല്ലാവരും വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മൾ ഒന്നിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. വലിയ ദാഹത്തോടെ യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ പ്രവർത്തിക്കണമേ, 10,000 അഭിഷേകത്തോടെ വരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിശ്വാസത്തെ കത്തിജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപബന്ധനത്തിന്റെ കെട്ടുകൾ അഴിക്കണമേ. ഈ ആത്മീയ ശുശ്രൂഷയിൽ ഒരുപാട് നിയോഗങ്ങളുമായി ആവശ്യങ്ങളുമായി കടന്നു വന്നിരിക്കുന്ന 10,000 കർത്താവെ കരം നീട്ടി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധന കുരുക്കുകൾ അഴിയട്ടെ, സാത്താന്റെ ആധിപത്യങ്ങൾ തകരട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേക സാന്നിധ്യം വിവിധ ലോകരാജ്യങ്ങളിൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ആഞ്ഞടിക്കട്ടെ. ജനലക്ഷങ്ങൾ ആത്മാവിൽ ഉണരട്ടെ. Lord, release, release. വിശ്വാസത്തിന് വിരുദ്ധമായ സകല കുരുക്കുകളും അഴിഞ്ഞു മാറട്ടെ. വിശ്വാസ സത്യങ്ങൾ ദൈവജനത്തിൽ കത്തിപ്പടരട്ടെ. വിശ്വാസ ത്യാഗത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. കർത്താവിന്റെ സുവിശേഷത്തിന്റെ അഗ്നി ലോക ജനതയിൽ ആളി പടരട്ടെ. അനേകർ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ്. കർത്താവേ, അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പുതുവർഷത്തിന്റെ ആരംഭത്തിൽ നമ്മളെല്ലാവരും ആയിരിക്കുകയാണ്. ഈ വർഷത്തിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനുള്ള ഉറച്ച തീരുമാനത്തോടെ ദൈവവചനത്തിന്റെ മുൻപിൽ തുറവിയോടെ നമുക്കായിരിക്കാം. നിങ്ങളെ പണിത്തിരക്കെല്ലാം മാറ്റിവെച്ച് കുടുംബമായി കർത്താവിന്റെ വചനം കേൾക്കുവാനായി ഒരുമിച്ചിരിക്കുക. സാധിക്കുന്നവരൊക്കെ വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന തിരുവചനങ്ങൾ അടിവരയിട്ട് പിന്നീട് വായിച്ച് ധ്യാനിച്ച് ഒരു നവമായ അഭിഷേകം കർത്താവിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കണം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ചാണ്. ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് വിശ്വാസമാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 1 തിരുവചനം ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. കർത്താവിന്റെ വചനം എന്താണ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത്? മറ്റേത് കാലഘട്ടത്തെക്കാളും ഉപരി ഈ കാലയളവിൽ ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട്. അസ്വസ്ഥതകൾ നിറഞ്ഞ, ആകുലതകൾ നിറഞ്ഞ, വളരെ കലുഷിതമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെ നോക്കിയാൽ ഇന്ന്
ആരോഗ്യത്തെക്കുറിച്ച്, പഠനത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, തൊഴിൽ മേഖലകളെക്കുറിച്ച് ഇന്ന് ഒരുപാട് ജീവിതങ്ങള് അസ്വസ്ഥതയിലാണ്. കർത്താവ് പറയാ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഈ അസ്വസ്ഥതയ്ക്കുള്ള പരിഹാരം എന്താ? വിശ്വാസമാണ് സകല ആകുലതയ്ക്കും അസ്വസ്ഥതയ്ക്കുമുള്ള പരിഹാരം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുവിൻ. എന്താണ് വിശ്വാസം? വിശ്വാസത്തിന് ഒരുപാട് നിർവചനങ്ങൾ നമുക്ക് പറയാനായിട്ട് കഴിയും. ഹെബ്രായ പുസ്തകം 11 അധ്യായം 1 തിരുവാക്യം നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു വചനമാണത്. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് വിശ്വാസം. കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുകയാണ് 142 ഖണ്ഡികയിൽ. അവിടെ സഭ പറയാണ്, ദൈവത്തോടുള്ള മനുഷ്യന്റെ പ്രതികരണമാണ് വിശ്വാസം. ഇന്ന് നമുക്കറിയാം, പുതിയ പെന്തക്കോസ്ത എന്ന ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ 10,000-ങ്ങളാണ് വളരെ ആഗ്രഹത്തോടെ ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ച് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു വിശ്വാസ പ്രഘോഷണമാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവിന്റെ സർവാധിപത്യത്തിലുള്ള പൂർണ്ണമായ ആശ്രയത്വമാണ്. വിശ്വസിക്കുന്ന വ്യക്തികളിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കണ്ടിട്ടുണ്ട്, വിശ്വസിച്ചതിന്റെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അനേകം ദൈവ പ്രവൃത്തികളെ കുറിച്ച് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ പങ്കുവെക്കാൻ സാധിക്കുന്നവരെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, വിശ്വസിക്കുന്ന ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 40 വചനത്തിൽ യേശു പറഞ്ഞു മർത്തയെ നോക്കി, മർത്ത, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? വിശ്വസിക്കുന്ന ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നു, കർത്താവിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നു. ഈ തിരുവചന നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എന്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. സെയീർ എന്ന ദേശത്ത് മിഷൻ പ്രവർത്തനം ചെയ്യുന്ന ഒരു മെഡിക്കൽ മിഷണറി, ഒരു സഹോദരിയാണ് ഈ മിഷണറി. ഏകദേശം 100ഓളം കുഞ്ഞുങ്ങളെ താൻ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹത്തിൽ ഈ സഹോദരി എടുത്തു വളർത്തുകയാണ്. ഒരു ദിവസം അതിരാവിലെ തന്റെ മുറിയുടെ അടുത്ത് നിന്ന് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഈ മിഷണറി കേൾക്കുകയാണ്. തന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് കടന്നു. അതിശൈത്യത്തിന്റെ സമയമാണ്, വളരെ കഠിനമായ തണുപ്പ്. ഈ തണുപ്പിൽ ഒരു സഹോദരി നിശ്ചലമായി കിടക്കുന്നുണ്ട്. ഒരു 38 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു സഹോദരി, അവൾ മരിച്ചു, നിശ്ചലയായി കിടക്കുക. ആ സ്ത്രീയുടെ തൊട്ടരികിൽ 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ആ കുഞ്ഞിരുന്ന് വാവിട്ട് കരയുകയാണ്. അപ്പോൾ പ്രസവിച്ചു വീണ മറ്റൊരു കുഞ്ഞ്, ഒരു ആൺകുഞ്ഞാണ്. ആ കുഞ്ഞും ഇങ്ങനെ വാവിട്ട് കരയാ. കാരണം അതിശൈത്യമാണ്. ഈ 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. തന്റെ പ്രസവത്തിലൂടെ ആ സ്ത്രീ മരിക്കുകയാണ്. ഈ 2 കുഞ്ഞുങ്ങളെയും കണ്ടപ്പോൾ ഈ മിഷണറി അമ്പരന്ന് പോയി. എന്ത് ചെയ്യും? വളരെ ശൈത്യമാണ്. ഈ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പെട്ടെന്ന് അവിടെ ഒന്നും തന്നെ ഇല്ല. ഈ 2 കുഞ്ഞുങ്ങളെയും മാറോട് ചേർത്ത് പിടിച്ച് തന്റെ ശുശ്രൂഷ ആലയത്തിലേക്ക് ഈ മിഷണറി കടന്നു ചെല്ലുകയാണ്. ഏകദേശം 100ഓളം കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്. ആ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് ഈ മിഷണറി പറഞ്ഞു, മക്കളെ, സ്നേഹത്തോടെ വിളിച്ചു, മക്കളെ. ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ മിഷണറി വിളിക്കുന്നത് മമ്മി എന്നാ. ഈ കുഞ്ഞുങ്ങളൊക്കെ സ്നേഹത്തോടെ വിളിച്ചു മമ്മി. ഉടനെ ഈ മിഷണറി അവരോട് പറഞ്ഞു, ഈശോ നമുക്ക് 2 മക്കളെയും കൂടിയും തന്നിട്ടുണ്ട്, കുഞ്ഞുങ്ങളെയും കൂടിയും തന്നിട്ടുണ്ട്. എന്നാൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ തന്നെ പിറന്നു വീണ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന്റെ ജീവൻ നമുക്ക് രക്ഷിക്കണമെങ്കിൽ ഒരു ഹോട്ട് വാട്ടർ ബാഗ് നമുക്ക് ആവശ്യമാണ്. അത് വാങ്ങിക്കാനാണെങ്കിൽ
കിലോമീറ്ററുകൾ പോകണം. വളരെ ഇന്റീരിയർ ആയിട്ടുള്ള സ്ഥലത്താണ് ഇവർ ഈ മിഷൻ പ്രവർത്തനം ചെയ്യുന്നത്. മണിക്കൂറുകൾ എടുക്കും ഇത് വാങ്ങിക്കൊണ്ടുവരണമെങ്കിൽ. അപ്പോഴേക്ക് ഈ കുഞ്ഞ് മരിച്ചിട്ടുണ്ടാവും. ഈ മിഷണറി തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞു, മക്കളെ, നമുക്ക് കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കാം, നമുക്ക് കർത്താവിനെ ആശ്രയിക്കാം. മാനുഷികമായി പറഞ്ഞാൽ ഒരു മനുഷ്യർക്കും അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കർത്താവിന് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവിന്റെ സർവാധിപത്യത്തിലുള്ള പൂർണ്ണമായ ആശ്രയത്വമാണ് വിശ്വാസം എന്ന് നമ്മൾ പഠിച്ചത്. ആരൊക്കെ വിശ്വസിക്കുന്നുവോ, ആരൊക്കെ കർത്താവിനെ ആശ്രയിക്കുന്നുവോ, അവരുടെ ജീവിതങ്ങളിൽ കർത്താവിന്റെ മഹത്വം വെളിപ്പെടും, ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടും. പ്രിയപ്പെട്ടവരെന്താ സംഭവിച്ചെന്നറിയോ? ഈ മിഷണറിയും 100ഓളം വരുന്ന ഈ കുഞ്ഞുങ്ങൾ മുട്ടുമടക്കി ചങ്കുപൊട്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ പ്രവർത്തിക്കണമേ, ഈ പ്രതിസന്ധിയിൽ കർത്താവെ പ്രവർത്തിക്കണമേ, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല കർത്താവേ, നീ അത്ഭുതങ്ങൾ ചെയ്യണമേ. ഈ സമയത്ത് ആ കുഞ്ഞുങ്ങളുടെ ഗ്രൂപ്പിലുള്ള 5 വയസ്സ് മാത്രം പ്രായമുള്ള മിടുക്കിയായൊരു മിടുക്കി പെൺകുട്ടി അവള് കർത്താവിനോട് പറഞ്ഞു, എന്റെ പൊന്ന് ഈശോയെ, എന്റെ കുഞ്ഞനുജന് ഒരു ഹോട്ട് വാട്ടർ ബാഗ് നീ കൊടുക്കുമ്പോൾ 2.5 വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ അനുജത്തിക്ക് നീ നല്ല ഒരു പാവക്കുട്ടിയെയും കൂടി കൊടുത്തയക്കണമേ. എന്തൊരു നിഷ്കളങ്കമായ പ്രാർത്ഥന അല്ലേ? ഇതുപോലെയുള്ള പ്രാർത്ഥനയാണ് കർത്താവിന് ഇഷ്ടം. ഇവരെല്ലാം ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഏതാനും സെക്കൻഡുകളെ കഴിഞ്ഞുള്ളൂ, ഡോറിൽ ആരോ മുട്ടുന്ന സ്വരം കേട്ടു. ഈ മിഷണറി ഓടിച്ചെന്ന് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ പാഴ്സൽ കൊണ്ടുവന്നിട്ടുള്ള അധികൃതരാണ്. അവര് പറഞ്ഞു, 6 മാസം മുൻപ് അയച്ച പാഴ്സലാണ്, ഇപ്പോഴാണ് കറങ്ങിത്തിരിഞ്ഞ് പല സ്ഥലങ്ങളിലും കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ എത്തുന്നത്. സോറി, ഞങ്ങളോട് ക്ഷമിക്കണമെന്നൊക്കെ ഈ അധികൃതർ പറഞ്ഞു നിൽക്കുക. അങ്ങനെ ഈ മിഷണറി ഈ പാഴ്സൽ കൈപ്പറ്റി. ഈ പാഴ്സൽ അവർ അഴിച്ചു നോക്കിയപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ട വസ്ത്രങ്ങള് ആരോ 6 മാസം മുൻപ് അയച്ചിരിക്കുകയാണ്. അവർ വീണ്ടും ഇങ്ങനെ ആകാംക്ഷയോടെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ പാഴ്സലിന്റെ ഉള്ളിൽ ഒരേയൊരു ഹോട്ട് വാട്ടർ ബാഗ് കർത്താവ് കൊടുത്തയച്ചിരിക്കുക. കർത്താവിന് മഹത്വം ഉണ്ടാവട്ടെ. 6 മാസം മുൻപ് അയച്ച പാഴ്സലാണ്. കൃത്യസമയത്ത് ആ പാഴ്സൽ അവിടെ എത്തുകയെ. ഇതാണ് കർത്താവിന്റെ പ്രവൃത്തി. ഈ മിഷണറി ഈ ഹോട്ട് വാട്ടർ ബാഗ് എടുത്ത് ഉയർത്തിയിട്ട് മക്കളോട് പറഞ്ഞു, മക്കളെ, കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നു, നമ്മുടെ പ്രാർത്ഥന കേട്ട് ഈശോ പ്രവർത്തിച്ചിരിക്കുന്നു. ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ 5 വയസ്സുള്ള മിടുക്കി പെൺകുട്ടി അവൾ പറഞ്ഞു, മമ്മി, അതിൽ ഹോട്ട് വാട്ടർ ബാഗ് ഈശോ കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അനുജത്തിക്ക് ഒരു നല്ല പാവക്കുട്ടിയെ കർത്താവ് കൊടുത്തയച്ചിട്ടുണ്ടായിരിക്കും. ആ മിഷണറി വീണ്ടും ആ പാഴ്സൽ പരിശോധിച്ചപ്പോൾ ഒരേ ഒരു പാവക്കുട്ടി, മനോഹരമായിട്ടൊരു പാവക്കുട്ടി, നന്നായി മുടിയൊക്കെയുള്ള ഒരു പാവക്കുട്ടിയെ അവർ കണ്ടെത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 5 വയസ്സുള്ള പെൺകുഞ്ഞ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം കൊടുക്കുക. മിഷണറിയും ആ കുഞ്ഞുങ്ങളും കർത്താവിന്റെ ആ സർവാധിപത്യത്തിന് മുന്നിൽ മുട്ടുമടക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി പ്രവർത്തിക്കുകയാണ്. രണ്ടാമത്, വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ആനന്ദമാണ്. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 34-ാം വചനത്തിലോട്ട് വരിക. അവിടെ ജയിൽ വാർഡൻ പൗലോസിനും ശീലാസനെയും പ്രഹരിച്ച് അവിടെ ശരീരത്തിൽ ഒരുപാട് മുറിവുകളേറ്റ്, എന്നാൽ ഈ ജയിൽ വാർഡൻ തന്റെ വീട്ടിലോട്ട് ഇവരെ സന്തോഷത്തോടെ സ്വീകരിച്ച് അവിടെ മുറിവുകളെല്ലാം വെച്ചുകെട്ടി അവർക്ക് ഭക്ഷണം വിളമ്പി. അവർ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബവും അത്യധികം സന്തോഷിച്ചു. തിരുവചനം അങ്ങനെയാ പഠിപ്പിക്കണേ. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബവും അത്യധികം സന്തോഷിച്ചു. പ്രിയ ദൈവമക്കളെ, ആരൊക്കെ കർത്താവിൽ വിശ്വസിക്കുന്നുവോ ആ വ്യക്തികളിൽ, കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ആനന്ദം പെരുമഴ പോലെ പെയ്തിറങ്ങും. നിങ്ങൾക്കറിയാം ഈ വീട് എങ്ങനെയുള്ള വീടായി മാറേണ്ടതാ. കൂട്ടക്കരച്ചിൽ ഉയരേണ്ട സമയത്താണ് ആനന്ദത്തിന്റെ അലയടികൾ ഈ കുടുംബത്തിൽ ഉയർന്നു വരുന്നത്. എന്താ കാര്യം? കാരാഗൃഹത്തിൽ കിടന്ന തടവുകാരൊക്കെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് ഈ കാരാഗൃഹ പ്രമാണി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്താണ് പൗലോസ് അവനെ കണ്ടുകൊണ്ട് പറഞ്ഞു, സഹോദരൻ, നീ സാഹസം കാണിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്.
അവനെ കണ്ട മാത്രയിൽ ഈ ജയിൽ വാർഡൻ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സഹോദര, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? പൗലോസ്ലീഹ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഈ സുവിശേഷ വചനം കേട്ട് ഈ കാരാഗൃഹ പ്രമാണി അവന്റെ കുടുംബവും മാമോദീസ സ്വീകരിച്ച് സഭയോട് ചേർക്കപ്പെടുകയാണ്. യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി അവർ വിശ്വസിക്കുകയാണ്. ഈ വിശ്വാസം അവരെ മരണത്തിൽ നിന്ന്, ആത്മഹത്യയിൽ നിന്ന്, വിലാപത്തിൽ നിന്ന്, കണ്ണുനീരിൽ നിന്ന്, ആ കുടുംബത്തിൽ അന്ന് ഉയരേണ്ട കൂട്ടക്കരച്ചിലിൽ നിന്ന് അത്ഭുതകരമായി വിമോചിപ്പിക്കുകയാണ്. ഇതാണ് വിശ്വാസത്തിന്റെ ശക്തി. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ വിശ്വസിക്കുന്ന സഹോദര, നിന്റെ ജീവിതം ഇന്നൊരു കണ്ണുനീരിലാണോ? സഹോദരി, നീ ഇന്നൊരു വിട്ടുമാറാത്ത കഷ്ടതയുടെ നടുവിലാണോ? നിന്റെ കുടുംബം വല്ലാത്തൊരു പ്രതിസന്ധിയിലാണോ? എന്തുമാവട്ടെ, കർത്താവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുക. വചനം പഠിപ്പിക്കുകയാണ്, ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ആനന്ദം വെളിപ്പെടും. ഞാൻ ഒരിക്കൽ കൂടെ ആത്മാവിൽ പറയട്ടെ, കർത്താവിന്റെ സർവാധിപത്യത്തിലുള്ള പൂർണ്ണമായ ആശ്രയത്വമാണ് വിശ്വാസം. ഈ വചനത്തിൽ മുറുകെ പിടിച്ച് ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കാം. തുടർന്ന് വരുന്ന ആരാധന ശുശ്രൂഷയിൽ ഈശോ പകരുന്ന നവമായ അഭിഷേകം നിങ്ങൾ സ്വീകരിക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് നിങ്ങൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്, നിങ്ങൾ എവിടെയിരുന്ന് പങ്കെടുത്താലും അവിടെ വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന കർത്താവാണ് നമ്മുടെ യേശു. നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും നിരവധിയായ ആവശ്യങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.